ഹായ് ഹലോ ഒരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ഗെറ്റ് റെഡി ഫോർ സൈൻ ലബൻ ഡേറ്റിംഗ്. അപ്പോൾ കുളിയൊക്കെ പാസ്സാക്കി വന്നു. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ സെറ്റാഫലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നല്ലപോലെ എന്താ പറയുക, സ്കിന്നിന് അങ്ങ് അബ്സോർബായിട്ട് കിടക്കും. നമുക്ക് ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓയിലി സ്കിന്നാണെങ്കിൽ ഇത് ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഓയിലി ആണല്ലോ. ഇത് നല്ലപോലെ നമ്മളെ ബോഡി നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ആക്കും. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. സൺസ്ക്രീൻ എനിക്ക് പ്രിസ്ക്രിപ്ഷനോട് കൂടെ ഡോക്ടർ തന്നിട്ടുള്ള സൺസ്ക്രീനാണ്, UV ഡോക്സിൻ്റെ ആണ്. നോർമലി അല്ലാതെയും അവൈലബിൾ ആണ് കേട്ടോ. നല്ല സൺസ്ക്രീനാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്കങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ സൺസ്ക്രീൻ നോർമലി നമ്മൾ എപ്പോൾ ഇട്ടാലും ഒരു 3 hours അല്ലെങ്കിൽ 4 hours കഴിഞ്ഞ് അപ്ലൈ ചെയ്യണമെന്നാണല്ലോ, മോസ്റ്റ്ലി മറക്കാറുണ്ട് കേട്ടോ. പിന്നെ ഫേസ് സ്കാനയുടെ ഒരു ലിപ് ബാമാണ്. ഇത് കളർ ലിപ് ബാമാണ്. ഞാൻ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം വരാറില്ല. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുമില്ല കേട്ടോ. എനിക്ക് ലിപ്സ്റ്റിക്ക് അത്ര വലിയ ഒരു ലൈക്കല്ല. എന്നാലും എൻ്റെ കയ്യിൽ 1-2 ഷെയ്ഡ് എന്തോ ഉണ്ട്. ഞാൻ റെയർലി ആണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. മോസ്റ്റ്ലി ഞാൻ ഈ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ്. പിന്നെ എന്താ, കണ്ണ് എഴുതി പൊട്ടും ഇട്ടും പിന്നെ മുടിയൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. സ്പ്രേയും കൂടെ അടിച്ച് സെറ്റായിട്ട് ഇറങ്ങാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്രേവിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വച്ച് നിൽക്കരുത്. ഓൺ ദ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം ചെയ്യണം. അപ്പം ഞാനൊക്കെ വേഗം റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ പറഞ്ഞ ഐറ്റംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഈ വീഡിയോ കാണിച്ചതിലല്ലാതെ ഒരു സാധനം ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ആട്ടൊക്കെ വലിച്ച് ഞാൻ സൈൻ ലബാനിലോട്ട് പോയി സൈൻ ലബാൻ വാങ്ങി കഴിച്ചു. ദാറ്റ്സ് ഓൾ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.